കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കോമ്പോസിഷൻ ഓഫ് ഫങ്ഷൻസ് എന്ന ടോപ്പിക്കാണ്. അതായത് രണ്ട് ഫങ്ഷൻ്റെ കോമ്പോസിഷനായിട്ട് വരുന്ന മൂന്നാമതൊരു ഫങ്ഷൻ കണ്ടെത്തുന്ന രീതിയും അതിൻ്റെ പ്രത്യേകതകളുമെല്ലാമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. നമ്മൾ മനസ്സിലാക്കി എഫ് ജി എന്നിങ്ങനെ രണ്ട് ഫങ്ഷൻസ് ഒരു പ്രത്യേക രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കും ഇതിൻ്റെ ഒപ്പം ജി എന്ന് പറയുന്ന മറ്റൊരു ഫങ്ഷൻ വൈയിൽ നിന്നും ഇസഡിലേക്കും ഉണ്ട് എന്നാണെങ്കിൽ, ഇവിടെ നമ്മളറിയാത്ത മൂന്നാമത് ഒരു ഫങ്ഷൻ കൂടി ഉണ്ട്. ആ ഫങ്ഷനെയാണ് നമ്മൾ എഫിൻ്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് നമ്മൾ ജി കോമ്പോസിറ്റ് എഫ് എന്ന ഈ ഒരു സിമ്പൽ വഴി റെപ്രസെൻ്റ് ചെയ്യും. ഈ ഫങ്ഷൻ എക്സിൽ നിന്നും ഇസഡിലേക്കായിരിക്കും. ഈ ഫങ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നെടുത്താൽ മതി. തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടു. അതായത് പ്രത്യേക രീതിയിൽ രണ്ട് ഫങ്ഷനുകൾ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ പ്രത്യേക രീതി എന്ന് ഉദ്ദേശിക്കുന്നത് എഫ് ഫ്രം എക്സ് ടു വൈയും ജി ഫ്രം വൈ ടു ഇസഡും ആണെങ്കിൽ മാത്രം. അതായത് ഫസ്റ്റ് ഫങ്ഷൻ്റെ കോഡൊമൈൻ സെക്കൻഡ് ഫങ്ഷൻ്റെ ഡൊമൈനായിട്ട് വരികയാണെങ്കിൽ മാത്രം ഒന്നാമത്തെ ഫങ്ഷൻ്റെ ഡൊമൈനിൽ നിന്നും രണ്ടാമത്തെ ഫങ്ഷൻ്റെ കോഡൊമൈനിലേക്ക് പുതിയൊരു ഫങ്ഷൻ വരുന്നു. ആ ഫങ്ഷനെയാണ് നമ്മൾ എഫിൻ്റെയും ജിയുടെയും കോമ്പോസിറ്റ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. ജി കോമ്പോസിറ്റ് എഫ് എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുകയും ചെയ്യും. ജി കോമ്പോസിറ്റ് എഫിൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് കാണാൻ വേണ്ടിയിട്ട്, അതായത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സിൻ്റെ ഇമേജ് എഫിൻ്റെ കീഴിൽ കാണുന്നു. ആ കിട്ടുന്ന വാല്യൂവിൻ്റെ ഇമേജ് ജിയുടെ കീഴിൽ കാണുന്നു. ഇത് ഒരു ഫോർമുല പോലെ നമ്മൾ യൂസ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഇക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. എഫും ജിയും ഫോർമുലകളായിട്ട് തരുന്ന സന്ദർഭത്തിൽ ജി കോമ്പോസിറ്റ് എഫ് കാണാൻ വേണ്ടിയിട്ട് നമ്മളിതൊരു ഫോർമുല പോലെ യൂസ് ചെയ്യുന്നു. ജി കോമ്പോസിറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എഫ് ഓഫ് എക്സ്. അവിടെ പ്രധാനമായിട്ടും നമ്മൾ കണ്ടത് ഇങ്ങനെ കോമ്പോസിറ്റ് ഫങ്ഷൻ കണ്ടുപിടിക്കുന്ന രീതിയും അതിൻ്റെ ഏതാനും ചില പ്രത്യേകതകളും എല്ലാമാണ്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. തുടർന്ന് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫങ്ഷൻ. ഒരു ഫങ്ഷൻ്റെ ഇൻവേഴ്സുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളെക്കുറിച്ചാണ്. നമുക്ക് ഈ ഡെഫിനിഷൻ തന്നെ ഒന്ന് ശ്രദ്ധിക്കാം. ഇഫ് എഫ് ഫ്രം എക്സ് ടു വൈ is a bijective function such that f of x is equal to y for every x element of x, then the inverse of the function f is another function f inverse from y to x such that f inverse of y is equal to x for every y element of y. Then f is called an invertible function. അതായത് നമുക്ക് ഒരു ബൈജക്റ്റീവ് ഫങ്ഷൻ തന്നിരിക്കുന്നു എഫ് എന്ന ഫങ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കാണ് എന്ന് മാത്രവുമല്ല, ഈ ഫങ്ഷൻ്റെ കീഴിൽ ഡൊമൈനിൽ കിടക്കുന്ന വാല്യൂവിൻ്റെ എക്സ് എന്നൊരു വാല്യൂവിൻ്റെ ഇമേജ് വൈ ആണെങ്കിൽ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ, നമ്മൾ ഉദ്ദേശിക്കുന്ന എഫ് എന്ന പേരുള്ള ഫങ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് വൈ ആണെങ്കിൽ, ഇവിടെ മറ്റൊരു ഫങ്ഷൻ കൂടി എക്സിസ്റ്റ് ചെയ്യുന്നു. ആ ഫങ്ഷന് നമ്മൾ എഫ് ഇൻവേഴ്സ് എന്നുള്ള അർത്ഥത്തിൽ എഫ് റൈസ് ടു -1 എന്ന സിമ്പിൾ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതൊരു സിംബോളിക് ഫോം മാത്രമാണെന്ന് ഓർക്കുക. ഇവിടെ എഫ് റൈസ് ടു -1 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജനറൽ ഓൾജിബ്രയിലുള്ള 1/f അല്ല എന്നുള്ള കാര്യം കൂടി ആദ്യമേ തന്നെ അറിഞ്ഞിരിക്കുക. എഫ് ഇൻവേഴ്സ് ഫ്രം വൈ ടു എക്സ്, അത് വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കും. എന്ന് മാത്രവുമല്ല, ഈ ഫങ്ഷൻ്റെ കീഴിൽ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഈക്വൽ ടു എക്സ് ആയിരിക്കും. അതായത് ഈ ഫങ്ഷൻ്റെ കീഴിൽ വൈയുടെ ഇമേജ് എക്സ് എന്നുള്ള രീതിയിലായിരിക്കും. ഈ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാം. എഫ് എന്ന ഫങ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് വൈ ആണെങ്കിൽ, നേരെ തിരിച്ച് എഫ് ഇൻവേഴ്സ് എന്ന പേരുള്ള ഫങ്ഷൻ്റെ കീഴിൽ വൈയുടെ ഇമേജ് എക്സ് ആയിരിക്കും. അതായത് ഇമേജസ് നേരെ തിരിഞ്ഞു വരുന്നു
എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ എഫ് എന്നതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രം നമുക്ക് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സും കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഡൊമൈനും കോഡൊമൈനും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടുന്നു. അതായത് എഫ് എക്സിൽ നിന്നും വൈയിലേക്കാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയിൽ നിന്നും എക്സിലേക്കാണ്. എഫ് എന്ന ഫംഗ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ വൈയുടെ ഇമേജ് എക്സ് ആണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. ഇങ്ങനെ കിട്ടുന്ന ഈ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ എഫിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ട് എന്നാണെങ്കിൽ നമ്മൾ പറയുന്നു ആ ഫംഗ്ഷൻ ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ്. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ അതൊരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ് എന്ന് നമ്മൾ പറയുകയും ചെയ്യും. എഫ് എന്ന ഫംഗ്ഷന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, അതായത് എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരണമെങ്കിൽ നമുക്കറിയാം എഫ് എന്നത് ഒരു 1-1 on-to ഫംഗ്ഷൻ ആയിരിക്കണം. അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണിത്. എഫ് എന്നത് ഒരു 1-1 on-to ഫംഗ്ഷൻ അല്ല എന്നാണെങ്കിൽ ഒരിക്കലും എഫിനൊരു ഇൻവേഴ്സ് കാണാനായിട്ട് നമുക്ക് സാധിക്കില്ല. അല്ലെങ്കിൽ എഫിൻ്റെ ഇൻവേഴ്സ് വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. സപ്പോസ് 1-ൻ്റെയും 2-ൻ്റെയും ഇമേജ് 5 എന്നുള്ള രീതിയിൽ ഒരു ഫംഗ്ഷനിൽ വരുന്നുണ്ട് എന്നാണെങ്കിൽ, അതായത് ഇതൊരു 1-1 ഫംഗ്ഷൻ അല്ല, നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് കാണുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയും വൈയിൽ നിന്നും എക്സിലേക്കുള്ള ഫംഗ്ഷൻ, അതായത് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമ്മളിത് നേരെ തിരിച്ച് എഴുതുമ്പോൾ സംഭവിക്കുന്ന കാര്യം, 5 എന്നത് എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈനിലേക്ക് വരുന്നു, 1-ഉം 2-ഉം കോഡൊമൈനിലേക്ക് മാറുന്നു. ഈ കണക്ഷൻസ് നമ്മൾ നേരെ തിരിച്ച് കാണിക്കുമ്പോൾ 5-ൻ്റെ ഇമേജ് 1, 5-ൻ്റെ ഇമേജ് 2 എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്കറിയാം ഇങ്ങനെ വരുന്ന കേസിൽ ഇതൊരു ഫംഗ്ഷനാണ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഡൊമൈനിൽ കിടക്കുന്ന ഒരു വാല്യൂവിന് ഒന്നിൽ കൂടുതൽ ഇമേജസ് വന്നിരിക്കുന്ന അവസ്ഥ. നമുക്കറിയാം ഇതൊരു റിലേഷൻ മാത്രമാണ്, ഇതൊരു ഫംഗ്ഷനാണ് എന്ന് പോലും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അതായത് ഫംഗ്ഷൻ 1-1 അല്ല എന്നാണെങ്കിൽ അതിന് ഇൻവേഴ്സ് ഇല്ല എന്ന് നമ്മൾ പറയുന്നു, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമ്മൾ പറയുന്നു. നമ്മൾ ഉദ്ദേശിക്കുന്ന ഇതാണ്, അതിൻ്റെ ഇൻവേഴ്സ് വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരുന്നില്ല, അല്ലെങ്കിൽ എഫ് എന്ന ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ അല്ല. ഇതേ അവസ്ഥ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു ഓൺ-ടു ഫംഗ്ഷൻ അല്ലെങ്കിലും. ഇതൊരു ഓൺ-ടു ഫംഗ്ഷൻ അല്ല എന്നാണെങ്കിൽ ഇതേപോലെ നമ്മൾ കാണുന്നത് ഒരു ഫംഗ്ഷൻ ഓൺ-ടു അല്ലാതെ വരുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. അതായത് കോഡൊമൈനിൽ ഇമേജ് അല്ലാത്ത ഒരു വാല്യൂ വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ പറയുന്നു ഈ ഫംഗ്ഷൻ ഒരു ഓൺ-ടു ഫംഗ്ഷൻ അല്ല. ഞാനിവിടെ വരച്ചിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതൊരു ഓൺ-ടു ഫംഗ്ഷൻ അല്ല എന്ന് നമ്മൾ കാണുന്നുണ്ട്. ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരിച്ച് നമ്മൾ ഡൊമൈനും കോഡൊമൈനും ഇൻ്റർചേഞ്ച് ചെയ്ത് ഈ കണക്ഷൻസ് എല്ലാം നമ്മൾ തിരിച്ച് കാണിക്കുമ്പോൾ കോഡൊമൈനിൽ വന്നിരിക്കുന്ന ആ ഇമേജ് അല്ലാത്ത വാല്യൂ ഇപ്പോൾ ഡൊമൈനിലേക്ക് മാറ്റപ്പെട്ടു. നമുക്ക് ഇതിനെ തിരിച്ചു കാണിക്കുമ്പോൾ അവിടെ നിന്ന് ഇതിനൊരു ഇമേജ് ചൂണ്ടിക്കാണിക്കാനായിട്ടില്ല. കാരണം ഇവിടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് ഇതിനൊരു പ്രീ ഇമേജ് ഇല്ലാത്തത് കൊണ്ട് അത് എഫ് ഇൻവേഴ്സിലേക്ക് വന്നപ്പോൾ അതിനൊരു ഇമേജ് ഇല്ലാത്ത അവസ്ഥയായിട്ട് മാറുന്നു. അതായത് ഒരു ഓൺ-ടു ഫംഗ്ഷൻ അല്ലാത്ത കേസിലും ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇൻവേഴ്സ് വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരുന്നില്ല എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു ഫംഗ്ഷൻ ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് അതൊരു 1-1 on-to ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അതിൻ്റെ ഇൻവേഴ്സ് വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരുന്നുള്ളൂ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊരു എക്സാമ്പിളിൽ കൂടി വിശദമായിട്ട് തന്നെ മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ നോക്കുക. ലെറ്റ് A is equal to set 1, 2, 3 and B is equal to set 3, 4, 5. Consider a function f from A to B given by f is equal to set ordered pair 1, 3, 2, 4, 3, 5. Then the inverse of the function f inverse from B to A given by f inverse is equal to set ordered pair 3, 1, 4, 2,
53. അതായത് ഒരു റോസർ ഫോം നമുക്ക് തരികയാണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഓർഡേർഡ് പേഴ്സിൻ്റെ കമ്പോണൻസിനെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതിയാകും. ഇവിടെ നമ്മൾ ഇതിൻ്റെ ഒരു ആരോ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കാണാം എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് എയിൽ നിന്നും ബിയിലേക്ക്, എ എന്ന് പറയുന്ന സെറ്റിനകത്ത് എലമെൻറ്റ്സ് 1 2 3, ബി എന്ന സെറ്റിലെ എലമെൻറ്റ്സ് 3 4 5. ഈ ഫംഗ്ഷൻ്റെ കീഴിൽ 1ൻ്റെ ഇമേജ് 3, 2ൻ്റെ ഇമേജ് 4, 3യുടെ ഇമേജ് 5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. ക്ലിയർ ആയിട്ടും ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. ദെൻ ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് ബിയിൽ നിന്നും എയിലേക്ക്, ഈ ഫംഗ്ഷൻ്റെ പേര് എഫ് ഇൻവേഴ്സ്. ബി എന്ന സെറ്റിലെ എലമെൻറ്റ്സ് 3 4 5, എ എന്ന സെറ്റിലെ എലമെൻറ്റ്സ് 1 2 3. എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ 3യുടെ ഇമേജ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 3യുടെ ഇമേജ് 1, 4ൻ്റെ ഇമേജ് 2, 5ൻ്റെ ഇമേജ് 3. കാരണം എഫിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഇമേജും പ്രീ ഇമേജും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്നു. അതാണ് നമ്മൾ ഇൻവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ഒരു റോസ്റ്റർ ഫോമിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ ഓർഡേർഡ് പേഴ്സിൻ്റെ കമ്പോണൻസ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്ന ഒരു അവസ്ഥയായിരിക്കും ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് ഇവിടെ നമ്മൾ പറയുന്നത് എഫ് എന്ന ഫംഗ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് വൈ ആണെങ്കിൽ എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ വൈയുടെ ഇമേജിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നു. അതായത് എഫ് ഓഫ് 1 = 3, എഫ് എന്ന ഫംഗ്ഷൻ്റെ കീഴിൽ 1ൻ്റെ ഇമേജ് 3. അതേപോലെ എഫ് ഓഫ് 2 = 4, എഫ് എന്ന പേരുള്ള ഫംഗ്ഷൻ്റെ കീഴിൽ 2ൻ്റെ ഇമേജ് 4. അതേപോലെ എഫ് ഓഫ് 3 = 5, എഫ് എന്ന ഫംഗ്ഷൻ്റെ കീഴിൽ 3യുടെ ഇമേജ് 5. ഇത് എഫ് ഇൻവേഴ്സിലേക്ക് വരുമ്പോൾ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് ഇൻവേഴ്സ് ഓഫ് 3. എഫ് ഇൻവേഴ്സ് എന്ന പേരുള്ള ഫംഗ്ഷൻ്റെ കീഴിൽ 3യുടെ ഇമേജിനെ നമ്മൾ കാണുന്നത് 1 എന്നാണ്. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് 4, എഫ് ഇൻവേഴ്സ് എന്ന പേരുള്ള ഫംഗ്ഷൻ്റെ കീഴിൽ 4ൻ്റെ ഇമേജ് നമ്മൾ കാണുന്നത് 2 എന്നാണ്. അതേപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് 5 = 3. ഈ രീതിയിലാണ് നമ്മൾ ഒരു ഫംഗ്ഷനെയും അതിൻ്റെ ഇൻവേഴ്സിനെയും ആരോ ഡയഗ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വീണ്ടും നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, അതായത് റോസ്റ്റർ ഫോമിലാണെങ്കിൽ നമ്മൾ കാണുന്ന എത്രയേ ഉള്ളൂ, അതിൻ്റെ ഓർഡേർഡ് പേഴ്സ് പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് വരുന്ന ഒരു അവസ്ഥ. അതായത് ഇമേജും പ്രീ ഇമേജും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്യപ്പെടുന്നു. ആരോ ഡയഗ്രത്തിൽ വരുന്ന വ്യത്യാസം നമ്മൾ പറഞ്ഞു. ആരോ ഡയഗ്രത്തിനകത്ത് ഈ പറഞ്ഞ ഡൊമൈനും കോഡൊമൈനും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതുന്നു. കണക്ഷൻസ് എല്ലാം നമ്മൾ നേരെ ഇൻവേർട്ട് ചെയ്ത് കാണിക്കുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി, ഫംഗ്ഷൻ നമുക്ക് ഫോർമുല രൂപത്തിൽ തരികയാണെങ്കിൽ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ തരികയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ കണ്ടെത്തുന്നത്? ഇവിടെ നമുക്ക് തന്നിരുന്ന എഫ് എന്ന ഫംഗ്ഷൻ അതിന് നമ്മൾ ഒരു ഫോർമുലയായിട്ട് എഴുതുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും എക്സും വൈയും എലമെൻറ്റ്സ് തമ്മിലുള്ള ഒരു കണക്ഷൻ, അതായത് വൈ എലമെൻറ്റ്സ് എക്സ് എലമെൻറ്റിനേക്കാൾ 2 കൂടുതലാണ് നമുക്ക് കാണാം. അതായത് y = x + 2 എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് എക്സിൻ്റെ ഇമേജ് y ആണെങ്കിൽ ആ y എന്ന് പറയുന്നത് x + 2 ആണ്. എക്സിനേക്കാളും 2 കൂട്ടിക്കഴിഞ്ഞാൽ y കിട്ടുമെന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ്, അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x + 2 ആണ്. നമുക്ക് നോക്കാം, 1ൻ്റെ ഇമേജ് എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 + 2 ആണ്, അതായത് 3 ആണ്. 2ൻ്റെ ഇമേജ് എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 + 2 ആണ്, അതായത് 4 ആണ്. 3യുടെ ഇമേജ് എഫ് ഓഫ് 3 എന്ന് പറയുന്നത് 3 + 2, അതായത് 5 ആണ്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫോർമുല എഫ് ഓഫ് എക്സ് = x + 2 ആണെന്ന് കാണാനായിട്ട് സാധിക്കും. അതേസമയം എഫ് ഇൻവേഴ്സിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ ആ എക്സും വൈയും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കാണാൻ പറ്റും. വൈ എന്ന് പറയുന്നത് എക്സിനേക്കാളും 2 കുറവാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇമേജ് അതിൻ്റെ ഡൊമൈൻ വിലയേക്കാൾ 2 കുറവാണെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ പറയുന്നത് വൈയുടെ ഇമേജ് എക്സ് ആണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ആ എക്സ് എന്ന് പറയുന്നത് വൈയേക്കാൾ 2 കുറവാണ്. x = y - 2 എന്നാണ് നമുക്ക് കാണാൻ പറ്റും.
അതായത് എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ വൈയുടെ ഇമേജ് എന്ന് പറയുന്നത്, ഓർക്കുക ഇവിടെ വൈ ആണ് നമ്മൾ ഡൊമൈനിൽ കിടക്കുന്ന വിലയായിട്ട് കാണിക്കുന്നത്. കാരണം എഫിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സും വൈയും ഇൻ്റർചേഞ്ച് ചെയ്ത് വന്നല്ലോ. അപ്പോൾ എഫ് ഇൻവേഴ്സ് ഓഫ് വൈ എന്ന് പറയുന്നത് വൈ മൈനസ് 2. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ 3യുടെ ഇമേജ് എഫ് ഇൻവേഴ്സ് ഓഫ് 3 എന്ന് പറയുന്നത് 3 മൈനസ് 2, അതായത് 1. എഫ് ഇൻവേഴ്സ് ഓഫ് 4 എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ 4ൻ്റെ ഇമേജ് എന്ന് പറയുന്നത് 4 മൈനസ് 2, അതായത് 2. അതുപോലെ എഫ് ഇൻവേഴ്സ് ഓഫ് 5 എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ 5ൻ്റെ ഇമേജ് 5 മൈനസ് 2 ഈക്വൽ ടു 3 എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഫോർമുല എഫ് ഓഫ് എക്സ് ഇക്വൽ ടു എക്സ് പ്ലസ് 2 ആണ്. അതേസമയം എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ്റെ ഫോർമുല എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇക്വൽ ടു വൈ മൈനസ് 2 ആണ്. എങ്ങനെയാണ് നമ്മൾ ഈ ഫോർമുല കണ്ടെത്തിയത്? ഇൻവേഴ്സിൻ്റെ ഫോർമുല എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇക്വൽ ടു വൈ മൈനസ് 2 ആണെന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും? അത് ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന സംഗതിയാണ്. നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ സപ്പോസ് ചെയ്യുന്നു എക്സിൻ്റെ ഇമേജ് വൈ ആണ്, അതായത് വൈ ഇക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. ഈ ഫോർമുല ഇപ്പോൾ കിടക്കുന്നത് എക്സ് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈ കിട്ടും എന്നുള്ള രീതിയിലാണ്. ഇതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഫോർമുലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വൈ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടണം എന്നുള്ള രീതിയിൽ ആകണം. നമ്മൾ ഈ ഫോർമുലേനെ വൈ ഇക്വൽ ടു എന്നുള്ള ഫോർമുലേനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് സോൾവ് ചെയ്ത് എക്സ് ഇക്വൽ ടു എന്നുള്ള രീതിയിലാക്കി മാറ്റുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഇൻവേഴ്സിൻ്റെ ഫോർമുല. നമ്മൾ ഓൺ ടു ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ സ്റ്റെപ്പുകൾ തന്നെ പ്രോബ്ലങ്ങളിൽ എടുത്തിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ ഈ പ്രോബ്ലത്തിനകത്ത് വൈ ഇക്വൽ ടു എഫ് ഓഫ് എക്സ്, അതായത് വൈ ഇക്വൽ ടു എക്സ് പ്ലസ് 2 ഫോർമുലയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. എക്സിൻ്റെ വിലകൾ കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് വൈ വിലകൾ നമുക്ക് തരുന്ന ഫോർമുലയാണിത്. ഇതിനെ നമ്മൾ എക്സ് ഇക്വൽ ടു എന്നാക്കി മാറ്റണം. അതായത് ഈ റൈറ്റ് സൈഡിൽ കിടക്കുന്ന വൈയെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം വൈ മൈനസ് 2 ഇക്വൽ ടു എക്സ്. അല്ലെങ്കിൽ ആ എക്സിന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ എഴുതുകയാണെങ്കിൽ എക്സ് ഇക്വൽ ടു വൈ മൈനസ് 2 എന്ന് നമുക്ക് കാണാൻ പറ്റും. സെയിം ഫോർമുല തന്നെയാണ്. ഈ ഫോർമുല വൈക്ക് വേണ്ടി എന്നുള്ള രീതിയിലായിരുന്നു, അതിനെ നമ്മൾ എക്സിന് വേണ്ടി എന്നുള്ള രീതിയിലാക്കി മാറ്റി. അതായത് വൈ കൊടുത്താൽ എക്സ് കിട്ടുന്ന രീതിയിലാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് നമുക്കറിയാം എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ വൈയുടെ ഇമേജാണ്. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് വൈ ഇക്വൽ ടു വൈ മൈനസ് 2 എന്ന ഫോർമുലയിൽ നമ്മൾ എത്തിച്ചേരുന്നു. ഇവിടെ വൈ വാല്യൂ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡൊമൈനിലെ വിലയെയാണ്. നമ്മൾ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനെ കുറിച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേണമെങ്കിൽ നമുക്ക് ആ ഡൊമൈനിലെ വിലയെ വൈ എന്നത് മാറ്റിയിട്ട് വീണ്ടും എക്സ് എന്ന് തന്നെ വിളിക്കാം. അതായത് എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് വിളിക്കുന്നതിലും തെറ്റൊന്നുമില്ല. ഇവിടെ നമ്മൾ എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡൊമൈനിലെ വിലകൾ 3, 4, 5 എന്ന് പറയുന്ന വിലകളെയാണ് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഡൊമൈനിലെ വിലകളെ നമ്മൾ എക്സ് എന്നാണല്ലോ റെപ്രസെൻ്റ് ചെയ്യാറ്. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്കതിനെ മാറ്റി പറയുകയും ആകാം. എന്തൊക്കെയാണെങ്കിലും ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതി വൈ ഇക്വൽ ടു എഫ് ഓഫ് എക്സിൻ്റെ ഇൻവേഴ്സ് ആയിട്ടുള്ള ഫംഗ്ഷൻ കാണാൻ വേണ്ടിയിട്ട് വൈ ഇക്വൽ ടു എന്നുള്ള ഫോർമുലയെ നമ്മൾ എക്സ് ഇക്വൽ ടു എന്നുള്ള രീതിയിൽ ആക്കി മാറ്റണം. അതായത് വൈ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും എന്നുള്ള രീതിയിൽ എക്സ് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ ആക്കി മാറ്റുമ്പോൾ കിട്ടുന്നതാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ്. അതിൻ്റെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് വരുമ്പോൾ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു രീതിയുണ്ട്, അത് അറിഞ്ഞിരിക്കുക. ബ്രൗസർ ഫോമിൽ നമ്മൾ പറഞ്ഞു ഇൻവേഴ്സ് എഴുതാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ഓർഡേഡ് പേഴ്സിൻ്റെ കമ്പോണൻസിനെ പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ മതി. ഒരു ആരോ ഡയഗ്രത്തിനകത്തും ഇൻവേഴ്സ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഡൊമൈനും കോഡൊമൈനും പരസ്പരം ഇൻ്റർചേഞ്ച് ചെയ്ത് കാണിച്ചുകൊണ്ട് കണക്ഷൻസിനെല്ലാം നേരെ ഇൻവെർട്ട് ചെയ്ത് കാണിച്ചാൽ മതി എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം സെറ്റ് ബിൽഡർ ഫോർമുല അല്ലെങ്കിൽ ഫോർമുലയായിട്ട് വരുന്ന സാഹചര്യങ്ങളിൽ ഈ രീതിയിൽ നമ്മൾ സോൾവ് ചെയ്ത് വേണം അത് കണ്ടെത്താനായിട്ട്. ഇൻവേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഏതാനും ചില സംഗതികൾ. A function f from x to y is defined to be invertible if there exists a function g from y to x such that g composite f of x is equal to ix and f composite g of g equal to iy. The function g is called the inverse of f, denoted by f raised to
-1. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന സംഗതി ഇതാണ്. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ അത് എക്സിൽ നിന്നും വൈയിലേക്കുണ്ട് എന്നാണെങ്കിൽ ഇവിടെ വൈയിൽ നിന്നും എക്സിലേക്ക് മറ്റൊരു ഫംഗ്ഷൻ ഉണ്ടാകും എന്ന് മാത്രവുമല്ല ജി കോമ്പോസിറ്റ് എഫ് അല്ലെങ്കിൽ എഫ് കോമ്പോസിറ്റ് ജി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ആയിരിക്കും. നമ്മളിവിടെ ഐ ഓഫ് എക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനെയാണ്. അതായത് ജി കോമ്പോസിറ്റ് എഫ് ഈക്വൽ ടു ഐ എക്സ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ്, അതായത് എക്സിൽ നിന്നും എക്സിലേക്കുള്ള ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എഫ് കോമ്പോസിറ്റ് ജി ഈക്വൽ ടു ഐ വൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ വൈ, വൈയിൽ നിന്നും വൈയിലേക്കുള്ള ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ആക്ച്വലി ഈ ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കുമെന്ന് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. എഫ് എന്ന ഫംഗ്ഷൻ അത് എക്സിൽ നിന്നും വൈയിലേക്ക്, എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഈ ഫംഗ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് വൈ ആണെങ്കിൽ മറ്റൊരു ഫംഗ്ഷൻ്റെ കീഴിൽ, അതായത് ഈ വൈയുടെ ഇമേജ് എക്സ് വരുന്നു, മറ്റൊരു ഫംഗ്ഷൻ വൈയിൽ നിന്നും എക്സിലേക്ക്, ഈ ഫംഗ്ഷനെയാണ് നമ്മൾ ജി എന്ന് വിളിച്ചിരിക്കുന്നത്. ജിയുടെ കീഴിൽ വൈയുടെ ഇമേജ് എക്സ് വരുന്നു എന്ന് മാത്രവുമല്ല ഈ എഫും ജിയും തമ്മിലുള്ള കോമ്പോസിഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ, അതായത് ജി കോമ്പോസിറ്റ് എഫ് എന്നത് ഐ ഓഫ് എക്സ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ് ആയിട്ട് വന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ജി എന്നത് എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇവിടെ ജി കോമ്പോസിഷൻ എഫ് ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് വരണമെങ്കിൽ നമുക്കറിയാം കോമ്പോസിഷൻ്റെ കീഴിൽ ആദ്യമേ എക്സിൻ്റെ ഇമേജ് വൈ എന്ന് വരുന്നു, ആ വൈയുടെ ഇമേജിനെ തിരിച്ച് എക്സ് എന്ന് തന്നാൽ മാത്രമേ കോമ്പോസിഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് എക്സ് എന്ന് തന്നെ വരികയുള്ളൂ, അതായത് ഐഡൻറ്റിറ്റി ഫംഗ്ഷനായിട്ട് വരികയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ജി എന്ന് ഉദ്ദേശിക്കുന്ന ഈ ഫംഗ്ഷൻ എഫിൻ്റെ ഇൻവേഴ്സ് തന്നെയായിരിക്കണം. അതായത് എഫ് ഇൻവേഴ്സ് ഈക്വൽ ടു ജി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എപ്പോൾ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് എക്സ് തന്നെയായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ ഓൺ എക്സ് ആയിട്ട് വരുമ്പോൾ, രണ്ട് ഫംഗ്ഷൻ്റെ കോമ്പോസിഷൻ കാണുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കിട്ടുകയാണെങ്കിൽ അതിലൊരു ഫംഗ്ഷൻ അടുത്ത ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇത് ജി കോമ്പോസിറ്റ് എഫിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ എഫ് കോമ്പോസിറ്റ് ജിയുടെ കാര്യത്തിലും ഇത് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം എഫ് കോമ്പോസിറ്റ് ജി എന്നുള്ള ഒരു ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ആദ്യം വരുന്ന ഫംഗ്ഷൻ ജി ആയിരിക്കണം. അതായത് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് വൈയിൽ നിന്നും എക്സിലേക്കും, ദെൻ എഫ് എന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്കും വരികയാണെങ്കിൽ, അതായത് ജി എന്ന ഫംഗ്ഷൻ്റെ കീഴിൽ വൈയുടെ ഇമേജ് എക്സ് എന്നും എഫിൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് വൈ എന്നും വരികയാണെങ്കിൽ മാത്രമേ എഫ് കോമ്പോസിറ്റ് ജി എന്ന ഫംഗ്ഷൻ്റെ കീഴിൽ വൈയുടെ ഇമേജ് വൈ എന്ന് വരികയുള്ളൂ. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ജിയുടെ ഇൻവേഴ്സ് ആണ്, അല്ലെങ്കിൽ ജി എന്ന് പറയുന്ന എഫിൻ്റെ ഇൻവേഴ്സ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ വരുന്ന ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ്റെ കാര്യത്തിൽ ഒറ്റ കാര്യത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതായത് ഈ ഫംഗ്ഷൻ വൈയിൽ നിന്നും വൈയിലേക്കാണ്, എഫ് കോമ്പോസിറ്റ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ വൈയിൽ നിന്നും വൈയിലേക്കാണ്. അതേസമയം ജി കോമ്പോസിറ്റ് എഫ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ഫംഗ്ഷൻ അത് എക്സിൽ നിന്നും എക്സിലേക്കായിരുന്നു. രണ്ടും ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ തന്നെയാണ്. നമ്മുടെ അടുത്ത പോയിന്റ്, എ ഫംഗ്ഷൻ എഫ് ഈസ് ഇൻവേർട്ടിബിൾ ഇഫ് ആൻഡ് ഒൺലി ഇഫ് എഫ് ഈസ് ബൈജക്റ്റീവ്. ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാകണമെങ്കിൽ, അതായത് ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ആ ഫംഗ്ഷൻ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കണം. ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയാം 1-1-on-2 ഫംഗ്ഷൻ. അതായത് ഒരു 1-1-on-2 ഫംഗ്ഷൻ മാത്രമേ ഇൻവെർട്ടിബിൾ ആകുന്നുള്ളൂ. ഇൻവെർട്ടിബിൾ ആവുക എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇൻവേഴ്സ്
വീണ്ടും ഫങ്ഷനായിട്ട് വരിക, ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയൊരു പോയിന്റ് തന്നെയാണ്. ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഇൻവെർട്ടിബിൾ അല്ല എന്ന് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു. അതായത് എക്സിൽ നിന്നും വൈയിലേക്ക് വരുന്ന ഒരു ഫംഗ്ഷൻ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ലാതെ വരുന്നത് നമുക്കറിയാം. ഒന്നെങ്കിൽ ഇതൊരു 1-1 ഫംഗ്ഷൻ അല്ലാതെ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ അല്ല. എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ രീതിയിലാണെങ്കിൽ നമ്മൾ എഫ് ഇൻവേഴ്സ് എഴുതുകയാണെങ്കിൽ സംഭവിക്കുന്ന കാര്യം, എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയിൽ നിന്നും എക്സിലേക്ക്. ഇവിടെ സംഭവിക്കുന്ന കാര്യം, കോഡൊമൈനിൽ കിടക്കുന്ന എലമെൻറ്റ് ഡൊമൈനിലേക്ക് വരുന്നു, അതിൻ്റെ കറസ്പോണ്ടിങ് പ്രീ ഇമേജസ് അത് ഡൊമൈനിലേക്ക് വരുന്നു. ഈ കണക്ഷൻസ് നമ്മൾ നേരെ തിരിച്ച് കാണിക്കുന്നു. നേരെ തിരിച്ച് കാണിക്കുമ്പോൾ നമുക്ക് പറയാം, ഇവിടെ ഡൊമൈനിലെ എലമെൻറ്റ്സ് 1ഉം 2ഉമാണ്, ഇമേജ് 5 ആണെങ്കിൽ 5ന് 2 ഇമേജസ് 1ഉം 2ഉം എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ. ഇങ്ങനെ നമുക്കൊരു ഫംഗ്ഷൻ്റെ കാര്യത്തിൽ പറയാനായിട്ട് സാധിക്കില്ല. ഒരു ഫംഗ്ഷൻ ആകുന്നത് തന്നെ ഡൊമൈനിൽ കിടക്കുന്ന മുഴുവൻ വാല്യൂസിനും ഒരേ ഒരു ഇമേജ് വരുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമുക്ക് എഫിനൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സിനെ നമുക്കൊരു ഫംഗ്ഷൻ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ തന്നെയല്ല. അതായത് എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് ഈ ഒരു സിറ്റുവേഷനിൽ ഇൻവെർട്ടിബിൾ അല്ല എന്നാണ് നമ്മൾ പറയുക. ഇതേപോലെ തന്നെ നമുക്കറിയാം, ബൈജക്റ്റീവ് അല്ലാതെ വരുന്ന മറ്റൊരു സിറ്റുവേഷനാണ് അത് ഓൺ ടു അല്ലാതെ വരിക. ഓൺ ടു അല്ലാതെ വന്നു കഴിഞ്ഞാലും ഇത് തന്നെ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ ഒരു ഫംഗ്ഷൻ എഫ് ഒരു ഫംഗ്ഷനാണ്, പക്ഷേ ഇതൊരു ഓൺ ടു ഫംഗ്ഷൻ അല്ല. നമ്മളിവിടെ എഫിൻ്റെ ഇൻവേഴ്സ് എഴുതുമ്പോൾ അത് വൈയിൽ നിന്നും എക്സിലേക്ക്. എഫ് ഇൻവേഴ്സിൻ്റെ ഡൊമൈൻ 3, 4, 5, കോഡൊമൈൻ 1, 2. എഫിൻ്റെ കീഴിൽ 1ൻ്റെ ഇമേജ് 3 ആയിരുന്നു, അതുകൊണ്ട് എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ 3യുടെ ഇമേജ് 1 എന്ന് എടുക്കുന്നു. ദെൻ 2ൻ്റെ ഇമേജ് ഇവിടെ 4 ആയിരുന്നു, അതുകൊണ്ട് എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ 4ൻ്റെ ഇമേജ് 2 എന്ന് എടുക്കുന്നു. പക്ഷേ ഇവിടെ 5 എന്നത് ഒരു ഇമേജ് ആയിരുന്നില്ല, അല്ലെങ്കിൽ 5ന് പ്രീ ഇമേജ് ഉണ്ടായിരുന്നില്ല. അത് നമ്മൾ എഫ് ഇൻവേഴ്സ് എഴുതി കഴിഞ്ഞപ്പോൾ 5 ഡൊമൈനിലേക്ക് വന്നു. ഇപ്പോൾ 5ന് ഇമേജ് ഇല്ലാത്ത ഒരവസ്ഥ ഇവിടെ വന്നിരിക്കുന്നു. നമുക്കറിയാം, ഇങ്ങനെ വരുന്ന കേസിലും എഫ് ഇൻവേഴ്സിനെ നമുക്ക് ഒരു ഫംഗ്ഷൻ എന്ന് തന്നെ വിളിക്കാനായിട്ട് സാധിക്കില്ല. അതായത് എഫ് ഇൻവേഴ്സ് ഒരു ഫംഗ്ഷനായിട്ട് വരുന്നില്ല, എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതായത് എഫ് ഇവിടെയും ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ അല്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംഗതി ഇതാണ്: എഫ് എന്നത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ എഫ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ എഫ് ഇൻവേഴ്സ് വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരുന്നുള്ളൂ. ഡൊമൈനിലെ ഒരു എലമെൻറ്റിന് പോലും ഒന്നിൽ കൂടുതൽ ഇമേജസ് വരാനായിട്ട് പാടില്ല. ഡൊമൈനിലെ എല്ലാ വാല്യൂസിനും ഇമേജസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് എഫിനെ ഒരു ഫംഗ്ഷൻ ആക്കുന്ന കാര്യങ്ങളെന്ന് നമുക്കറിയാം. പിന്നെ ഇതിൻ്റെ ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ എലമെൻസിൻ്റെ ഇമേജസ് സെയിം വരാനായിട്ട് പാടില്ല എന്ന് മാത്രമല്ല, കോഡൊമൈനിലെ എല്ലാ വാല്യൂസും ഇമേജസ് ആയിട്ട് വരികയും വേണം. ഇത്രയുമൊക്കെ കണ്ടീഷൻസ് വന്നാൽ മാത്രമേ, അതായത് ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷൻ, ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയാൽ മാത്രമേ അതിൻ്റെ ഇൻവേഴ്സ് വീണ്ടും ഒരു ഫംഗ്ഷനായിട്ട് വരികയുള്ളൂ, അതായത് ഇൻവെർട്ടിബിൾ ആകുന്നുള്ളൂ. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് തന്നെയാണ്. ഇൻവെർട്ടിബിൾ ആകണമെങ്കിൽ ബൈജക്റ്റീവ് ആയിരിക്കണം, 1, 1, on 2 ആയിരിക്കണം. നമ്മുടെ അടുത്ത പോയിന്റ്, ലെറ്റ് f from x to y be an invertible function, then the inverse of f inverse is f, that is f inverse equal to f. ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് വീണ്ടും അതേ ഫംഗ്ഷൻ തന്നെയായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതായത് എഫ് എന്ന് പറയുന്നത് ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഒരു 1, 1, on 2 ഫംഗ്ഷൻ ആയിരിക്കണം. സപ്പോസ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്ക്. എഫിൻ്റെ കീഴിൽ 1ൻ്റെ ഇമേജ് എ ആണ്, 2ൻ്റെ ഇമേജ് ബി ആണ്, 3യുടെ ഇമേജ് സി ആണ്. ഇതൊരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണ്. നമ്മൾ
ഇതിൻ്റെ ഇൻവേഴ്സ് എഴുതുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയിൽ നിന്നും എക്സിലേക്ക് എഫ് ഇൻവേഴ്സ്. അപ്പോൾ ഡൊമൈനിലെ എലമെൻറ്റ്സ് എയും ബിയും സിയും, കോഡൊമൈനിലെ എലമെൻറ്റ്സ് 1 2 3. എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ എയുടെ ഇമേജ് 1, ബിയുടെ ഇമേജ് 2, സിയുടെ ഇമേജ് 3. വീണ്ടും നമ്മൾ എഫ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് കാണുകയാണെങ്കിൽ എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് വീണ്ടും ഒരു ബൈജക്റ്റീവ് ഫംഗ്ഷനായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻവേഴ്സ് വീണ്ടും നമുക്ക് എഴുതാം. എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ഇൻവെർട്ടിബിൾ ഫംഗ്ഷനാണെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ വീണ്ടും എഴുതുകയാണെങ്കിൽ വീണ്ടും നമ്മൾ ഡൊമൈനും കോഡൊമൈനും ഇൻ്റർചേഞ്ച് ചെയ്യുന്നു. എക്സിൽ നിന്നും വൈയിലേക്ക്. എക്സിലെ എലമെൻറ്റ്സ് 1 2 3, വൈയിലെ എലമെൻറ്റ്സ് എ ബി സി. എക്സിൽ നിന്നും വൈയിലേക്ക് വരുന്ന ഫംഗ്ഷൻ അത് എഫ് ഇൻവേഴ്സ് വെച്ചുകൊണ്ട് പറയുമ്പോൾ നമുക്ക് പറയാം എഫ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സ് എന്നുള്ള രീതിയിലാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ എയുടെ ഇമേജ് 1 ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സിൻ്റെ ഇൻവേഴ്സിൻ്റെ കീഴിൽ 1ൻ്റെ ഇമേജ് എ, 2ൻ്റെ ഇമേജ് ബി, 3യുടെ ഇമേജ് സി. ഈ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്കറിയാം ഒന്നാമത്തെ ഫംഗ്ഷനും ഈ മൂന്നാമത്തെ ഫംഗ്ഷനും ആക്ച്വലി സെയിം തന്നെയാണ്. ആരോ ഡയഗ്രത്തിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇത് രണ്ടും സെയിം തന്നെയാണ്. ഇതിന് നമുക്ക് എലമെൻസിൻ്റെ ഇമേജസ് വെച്ചുകൊണ്ടും പറയാനായിട്ട് സാധിക്കും. അതായത് എഫ് എന്ന ഫംഗ്ഷൻ്റെ കീഴിൽ 1ൻ്റെ ഇമേജ് എഫ് ഓഫ് 1 = എ ആണ്. അതേ കാര്യം എഫ് ഇൻവേഴ്സിൻ്റെ കീഴിലേക്ക് മാറിയപ്പോൾ നമ്മൾ കണ്ടത് എഫ് ഇൻവേഴ്സ് ഓഫ് എ = 1 ആണ്. എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ എയുടെ ഇമേജ് 1 എന്നുള്ള രീതിയിലാണ്. അതേ കാര്യം എഫ് ഇൻവേഴ്സിൻ്റെ കീഴിലേക്ക് മാറിയപ്പോൾ എഫ് ഇൻവേഴ്സിൻ്റെ കീഴിൽ വീണ്ടും 1ൻ്റെ ഇമേജ് എ ആയിട്ട് മാറി. അതായത് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്ങനെയാണോ നമുക്ക് ഇമേജസ് തന്നിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷനും നമുക്ക് ഇമേജസ് തരാനായിട്ട് പോകുന്നത്. അതായത് ഇവിടെ നമ്മൾ കണ്ട കാര്യം എഫ് ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന് തന്നെ തുല്യമായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ നാലാമത്തെ പോയിന്റ്, ലെറ്റ് എഫ് ഫ്രം എക്സ് ടു വൈ ആൻഡ് ജി ഫ്രം വൈ ടു സെഡ് ബി ടു ഇൻവെർട്ടിബിൾ ഫംഗ്ഷൻസ്. ദെൻ ജി കോമ്പോസിറ്റ് എഫ് is also invertible with G composite F inverse equal to F inverse composition G inverse. അതായത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് ഫംഗ്ഷനുകൾ എഫും ജിയും. എഫ് എന്ന ഫംഗ്ഷൻ അത് എക്സിൽ നിന്നും വൈയിലേക്കാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. എഫ് എക്സിൽ നിന്നും വൈയിലേക്കാണ്. വീണ്ടും ജി എന്ന ഫംഗ്ഷൻ അത് വൈയിൽ നിന്നും ഇസഡിലേക്കാണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇവിടെ ജി കോമ്പോസിറ്റ് എഫ് എന്ന ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യും. അത് എക്സിൽ നിന്നും ഇസഡിലേക്കായിരിക്കും എന്ന് നമുക്കറിയാം. ഇവിടെ പറയുന്നത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സിനെ കുറിച്ചാണ്. അതായത് ജി കോമ്പോസിറ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം ഇതിൻ്റെ ഇൻവേഴ്സ് ഇസഡിൽ നിന്നും എക്സിലേക്കായിരിക്കും. ഇവിടെ എഫ് എക്സിൽ നിന്നും വൈയിലേക്കായതുകൊണ്ട് എഫ് ഇൻവേഴ്സ് നമുക്കറിയാം അത് വൈയിൽ നിന്നും എക്സിലേക്കായിരിക്കും. ജി എന്ന് പറയുന്നത് വൈയിൽ നിന്നും ഇസഡിലേക്കായതുകൊണ്ട് നമുക്കറിയാം ജി ഇൻവേഴ്സ് എന്ന് പറയുന്നത് അത് ഇസഡിൽ നിന്നും വൈയിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ ജി കോമ്പോസിറ്റ് എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു ആരോ ഡയഗ്രാം വരച്ചുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് വിഷ്വലൈസ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷനുകൾ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ എഫ് എന്ന ഫംഗ്ഷൻ എക്സിൽ നിന്നും വൈയിലേക്ക് എഫ് എന്ന ഫംഗ്ഷൻ
വീണ്ടും ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ അത് വൈയിൽ നിന്നും ഇസഡിലേക്ക്. ജി എന്ന ഫംഗ്ഷൻ നമുക്കറിയാം എഫിൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് വൈയിൽ വരുന്നത് അത് എഫ് ഓഫ് എക്സ് എന്ന് വരും. എഫ് ഓഫ് എക്സിൻ്റെ കീഴിൽ അല്ലെങ്കിൽ ജിയുടെ കീഴിൽ എഫ് ഓഫ് എക്സിൻ്റെ ഇമേജ് അത് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്നുള്ള രീതിയിൽ വരും. എക്സിൽ നിന്നും ഇസഡിലേക്ക് വരുന്ന ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ ആയിട്ടുള്ള ഫംഗ്ഷൻ അത് ജി കോമ്പോസിറ്റ് എഫ് ആണ്. ജി കോമ്പോസിറ്റ് എഫിൻ്റെ കീഴിൽ എക്സിൻ്റെ ഇമേജ് ജി ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് വരുന്നു എന്നെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. ഇവിടെ നമ്മൾ ഈ ജി കോമ്പോസിറ്റ് എഫിൻ്റെ ഇൻവേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജി കോമ്പോസിറ്റ് എഫിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഇസഡിൽ നിന്നും എക്സിലേക്കായിരിക്കും. ഈ വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ജി കോമ്പോസിറ്റ് എഫിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. എന്ന് മാത്രമല്ല എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്ന് വൈയിലേക്ക് ആയതുകൊണ്ട് എഫ് ഇൻവേഴ്സ് എന്ന ഫംഗ്ഷൻ അത് നേരെ തിരിച്ച് വൈയിൽ നിന്നും എക്സിലേക്ക് വരുന്നു. ഈ ഒരു ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ് ആയിരിക്കും. ഇസഡിൽ നിന്നും വൈയിലേക്ക് വരുന്ന ഈ ഒരു ഫംഗ്ഷൻ ഇതെല്ലാം ഇൻവേർട്ടബിൾ ഫംഗ്ഷൻ ആണെന്നും ക്വസ്റ്റിനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇൻവേഴ്സ് ഉണ്ട്. ജി ഇൻവേഴ്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആയിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഈ ആരോ ഡയഗ്രാം നമ്മൾ തിരിച്ചൊന്ന് ട്രേസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇതിൻ്റെ ഇൻവേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ഇൻവേഴ്സിനെ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും. ഇസഡിൽ നിന്നും വൈയിലേക്കുള്ള ആ ഒരു ഫംഗ്ഷൻ ജി ഇൻവേഴ്സ്, വൈയിൽ നിന്നും എക്സിലേക്കുള്ള ഫംഗ്ഷൻ എഫ് ഇൻവേഴ്സ്. ആദ്യത്തെ ആരോടെ കാര്യത്തിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാം എഫ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും വൈയിലേക്കാണെങ്കിൽ നേരെ തിരിച്ച് അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് വൈയിൽ നിന്നും എക്സിലേക്ക് എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇസഡിൽ നിന്നും എക്സിലേക്ക് വരുന്ന ഈ രണ്ട് ഫംഗ്ഷൻ്റെയും കോമ്പോസിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന, അതായത് ജി ഇൻവേഴ്സിൻ്റെയും എഫ് ഇൻവേഴ്സിൻ്റെയും കോമ്പോസിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഇസഡിൽ നിന്നും എക്സിലേക്കുള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സ് എന്നതിന് തുല്യമായിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞ ജി കോമ്പോസിറ്റ് എഫ് ദ ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എഫ് ഇൻവേഴ്സ് കോമ്പോസിഷൻ ജി ഇൻവേഴ്സിന് തുല്യമാണ് എന്ന് നമുക്ക് ആരോ ഡയഗ്രത്തിൽ കൂടി നമുക്കിങ്ങനെ കാണാനായിട്ട് സാധിക്കും.